നമ്മുടെ അമ്പിയല്ല നമ്മളുടെ 18ാം പടിയിലെ കഥാപാത്രം. അപ്പൊ ആ കഥാപാത്രം എന്ന് പറയുന്ന ആർട്ടിക്കൽ എന്ന് പറഞ്ഞ ആ കഥാപാത്രത്തിന് എവിടെയോ ചില സ്ത്രൈണഭാവത്തിലുള്ള പല കാര്യങ്ങൾ പോർട്രേ ചെയ്യുന്നുണ്ട്. ആൻഡ് ഇൻ വൺ ഓഫ് യുവർ ഇന്റർവ്യൂസ് ഐ ഹേർഡ് ദാറ്റ് ലൈക്ക് ഡാൻസറായിരുന്നു, ക്ലാസിക്കൽ ഡാൻസറായിരുന്നു. പക്ഷെ ആളുകൾ ഈ ഒരു സ്ത്രൈണഭാവം അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സാധനം പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലുണ്ട്, ഇപ്പോഴും ഉണ്ട് ഇങ്ങനത്തെ ആൾക്കാരെ, അതിനൊരു അവയർനെസ് അല്ല, അത് 9 അല്ലെങ്കിൽ അങ്ങനത്തെ വാക്കുകൾ വെച്ച് പറയുന്നത്. അപ്പോൾ ആ ഒരു അതിപ്പോൾ ഐ തിങ്ക് ഇപ്പോഴാണെങ്കിൽ കാർത്തികിന് ചിലപ്പോൾ ആ ഒരു പേടി ഉണ്ടാവില്ല, ആളുകൾ എന്ത് പറയും എന്നുള്ള സാധനമുള്ള. ദാറ്റ് ഈസ് വൈ ലൈക്ക് യു ആർ സോ എക്സൈറ്റഡ് വെൻ യു ആർ ലൈക്ക് ടോക്കിംഗ് അബൌട്ട് ദ ക്ലാസിക്കൽ ഡാൻസ് ഹിസ്റ്ററി. അപ്പം ആ ഒരു ഇതിൽ എന്ത് തോന്നുന്നു നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു കഥാപാത്രങ്ങളിൽ, അല്ലെങ്കിൽ ആ ഒരു ബാരിയർ അല്ലെങ്കിൽ ആ ഒരു ജെൻഡർ നോം ബ്രേക്ക് ചെയ്യുന്ന സമയത്തുള്ള ഹൗ വാസ് ഇറ്റ് എക്സ്പീരിയൻസ് ഫോർ യു? ഞാൻ ഓൾറെഡി ഒരു ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ടായിരുന്നു പെണ്ണായിട്ട് തന്നെ, ഞാൻ ഈശ്വരൻ എന്ന് പറഞ്ഞിട്ട്. അതിന്റെ ബേസ് കൺസെപ്റ്റ് തന്നെ ഇപ്പൊ ഈ പറഞ്ഞൊരു കാര്യമാണ്. കാരണം ഈ പെൺകുട്ടികളെയും അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളെയൊക്കെ ഭയങ്കര വളരെ എന്താ പറയുന്നത്, വളരെ ഇഷ്ടമില്ലാതെ കാണുന്ന ഒരു അങ്ങനത്തെ ഒരു മെയിൽ ഷോവിനിസ്റ്റ് എന്നൊക്കെ പറയാം. അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് ഒരാൾക്കൊരു കാര്യത്തിന് വേണ്ടിയിട്ട് ഒരു ദിവസത്തേക്ക് പെണ്ണാവേണ്ടി വരും, ഒറ്റ ദിവസത്തേക്ക്. അതായിരുന്നു എൻ്റെ സ്റ്റോറിയിലെ, ഒരു ദിവസത്തേക്ക് അയാൾ പെണ്ണായിട്ട് ജീവിക്കണം. അത് ആയിക്കഴിഞ്ഞാൽ അയാളുടെ ലൈഫിൽ ഒരു സാധനം ദൈവം കൊടുക്കും. അങ്ങനെ ദൈവം പ്രതിഷ്ഠപ്പെട്ടിട്ടുള്ള ഒരു സംഭവമായിരുന്നു. അപ്പം അതിനകത്ത് ഒരു ദിവസം പെണ്ണായിട്ട് ജീവിക്കുമ്പോഴേ അവന് മനസ്സിലാവുന്നുള്ള ഒരു പെണ്ണിൻ്റെ അവളൊരു ഡേ ടു ഡേ ലൈഫിൽ എന്തോരം കാര്യങ്ങളാണ് അവൾ അനുഭവിക്കുന്നതും അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ. അവസാനം അവൻ ആ ഒരു പെണ്ണിനോട് തോന്നുന്ന റെസ്പെക്റ്റാണ് അത് എൻഡ് ചെയ്യുന്നത്. അപ്പം എനിക്ക് പൊതുവേ ഉള്ള എൻ്റെ ഒരു കാഴ്ചപ്പാട് തന്നെയാണ് ഞാൻ അതിനകത്ത് പറഞ്ഞു നോക്കാം. അന്നത്തെ സമയത്ത് നമ്മൾ കൊച്ചുകുട്ടിയാണ്, നമ്മൾ ഡാൻസ് ഒക്കെ കളിക്കുമ്പോൾ അങ്ങനത്തെ ഈ പെണ്ണിൻ്റെ കൂട്ടി ഇങ്ങനെ ഇരിക്കുന്നത്. പക്ഷെ ഇപ്പോൾ അതൊന്നും നമ്മുടെ ഒരു ഇതല്ല. ഇപ്പൊ അങ്ങനെയൊക്കെ ആരെങ്കിലും പറഞ്ഞാൽ നമ്മളതൊന്നും കേൾക്കുമ്പോൾ ഇന്നതൊരു ഇഷ്യൂ അല്ല. ഇന്ന് എല്ലാവരുടെ ഐഡന്റിറ്റി തുറന്നു പറയുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു അതൊരു ടീനേജ് കഴിഞ്ഞൊരു പ്രായത്തിലായിരിക്കും. ഇപ്പോഴും ആ ഒരു ടീനേജേഴ്സ് അല്ലെങ്കിൽ ആ കുഞ്ഞു പിള്ളേർക്ക് ഐ നോ കിഡ്സ് ലൈക്ക് ആൺകുട്ടികൾക്ക് മറ്റേ പിങ്ക് ഡ്രസ് ഇടാൻ ശമ്പളമുള്ള പേയ്മെന്റ് ഇപ്പോഴും ഉണ്ടല്ലോ. ചുറ്റുപാടിന്റെയും കൂടെ ഇതുണ്ട്. നമ്മളിപ്പോ എത്രയൊക്കെ ഏജ് ആയാലും നമ്മുടെ ചുറ്റുപാട് അനുസരിച്ച് വളർന്നില്ലെങ്കിൽ നമ്മളും അതുപോലെ തന്നെ നിൽക്കും. ഇതിപ്പോ കാർത്തി പറഞ്ഞതുപോലെ തന്നെ 18ാം പടിയിൽ എനിക്ക് ഏറ്റവും കൂടുതൽ റിലേറ്റബിൾ ആയിട്ടുള്ള ഒരു കാര്യം വെച്ചാൽ, ബിക്കോസ് ഞാൻ ചെയ്യുന്ന എൻ്റെ ഒരു ഫസ്റ്റ് പടം അങ്ങനെ ഒരു വലിയൊരു സീരിയസ് ക്യാരക്ടർ ആയതുകൊണ്ട് കട്ട് പറഞ്ഞാലും ആ സിനിമ തീരുന്നിടം വരെ അതിനെ എങ്ങനെ മനസ്സിൽ കൊണ്ടുവർക്ക് ചില സമയത്ത് എൻ്റെ ബിഹേവിയർ പോലും ചെറിയൊരു ഇതുണ്ടായിരുന്നു. അപ്പോൾ സോ വൺ ഓഫ് അതിൻ്റെ ചീഫ് അസോസിയേറ്റ് സുധാസൻ എപ്പോഴും പറയും, ഇങ്ങനെ പോകില്ലേ, പെട്ടുപോകും, ക്യാരക്ടറിലേക്ക് ഇല്ല ഇപ്പോൾ കുഴപ്പമില്ല കേട്ടോ, മാനേജ് ചെയ്തോളാം. പക്ഷേ ആ സമയത്ത് അവിടെ സെറ്റിലുണ്ടായിരുന്ന കുറച്ച് പേര് എൻ്റെ അടുത്ത് മിണ്ടിയിട്ടില്ല. ആക്ച്വലി ഞാൻ റിയൽ ആണ് എന്ന് ഓർത്തിട്ട് മിണ്ടിയിട്ടില്ല. ഏറ്റവും പക്ഷേ പടത്തിൻ്റെ ഒരു ബ്രേക്കിൻ്റെ സമയത്ത് എൻ്റെ രൂപമൊക്കെ മാറി ഞാൻ കുറച്ച് വിഷയം ചെയ്തു. അപ്പം വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ സോറി പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞത് നിങ്ങൾ ആക്ച്വലി ഇവരുടെ ലൈഫ് അറിയണം. ഞാൻ പോലും ഒരു ട്രാൻസ്ജെൻഡറിൻ്റെ കൂടെ നടന്നിട്ടാണ്, ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, ആ ഫ്രണ്ടുമായിട്ട് കൊറ്റങ്ങളങ്ങനെ പോവുക, കുറേ റിസർച്ചൊക്കെ ചെയ്തിട്ടാണ് ക്യാരക്ടറിന് വേറെ തരത്തിൽ ഡെവലപ്പ് ചെയ്തിട്ട്. പക്ഷേ ഞാൻ കണ്ടതാണ് അവരനുഭവിക്കുന്ന അവസ്ഥ എന്ന് പറയുന്നത് ഈസി. അപ്പം നമ്മൾ ചിലപ്പോൾ അങ്ങനെ ഉണ്ടായിരുന്നിരിക്കാം, അപ്പം നമ്മളത് മാറ്റുകയാണ്. ചിലർക്ക് അതില്ലാത്തതുകൊണ്ട്, എക്സ്പീരിയൻസ് ചെയ്യാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ മറ്റൊരാളെ കാണാനോ അറിയാനോ പറ്റാത്തതുകൊണ്ടാണ്. അത് കുറച്ചുകൂടെ പറ്റുന്ന ആക്ടേഴ്സിനാണ്. എന്തുകൊണ്ടാണ് ആക്ടേഴ്സ് ഭയങ്കര ഡൗൺ ടു എർത്ത് അല്ലെങ്കിൽ മനുഷ്യത്വം, സ്നേഹം എന്നൊക്കെ പറയുന്നത്? അവർ അറിയത്തില്ലാത്ത ഒരാളെ അറിഞ്ഞു കഴിയുമ്പോഴാണ് അവർ തിരുത്തുന്നത്. അപ്പം അങ്ങനെ സമൂഹത്തിനും ഈ പറയുന്ന പേരൻറ്റിങ്ങിൻ്റെ ഒക്കെ ഉണ്ടെന്നേ. അപ്പം അതൊന്ന് നമ്മൾ ഇനി വരുന്ന തലമുറയാണ് അതിനെ മാറ്റിയെടുക്കേണ്ടത്. ഈ ജെൻഡർ വ്യത്യാസം മാറാതെ കാതൽ സിനിമ പറയാം. എന്നാലും ഞാൻ അത് തന്നെ സെയിമാ പറഞ്ഞ ചുറ്റുപാട് നമ്മളിപ്പോൾ എത്രയൊക്കെ നമ്മൾ പുരോഗമനം പറഞ്ഞാലും നമ്മൾ എത്രയൊക്കെ ഇതായിട്ട് നിന്നാലും നമ്മുടെ ചുറ്റുപാട് അനുസരിച്ച് മാറാൻ തയ്യാറല്ലെങ്കിൽ നമ്മൾ ഒറ്റപ്പെട്ട് മാറി നിൽക്കും. പ്രത്യേകിച്ച് നമ്മുടെയൊക്കെ ജീൻ്റെയും പ്രശ്നമുണ്ട്, കിടക്കല്ലേ, അത് മാറ്റിയെടുക്കണ്ടേ. നമ്മളൊക്കെ പ്രത്യേകിച്ച് നമ്മളൊക്കെ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ക്രിയേറ്റീവ് മേഖലയിൽ നിൽക്കുമ്പോൾ നമുക്കൊരു 80% ഒക്കെ നമുക്ക് ചുറ്റുപാടുകളെ നെഗ്ലക്ട് ചെയ്ത് നിൽക്കാം. പക്ഷെ എന്നാലും ചുറ്റുപാടുമായിട്ട് കണക്ട് ആവേണ്ട ഒരു 20% ഉണ്ട്. നമ്മൾ അങ്ങനെ ഇത്തരത്തിലുള്ള മേഖലയിലൊക്കെ നിൽക്കുമ്പോൾ അപ്പോൾ ഈ ചുറ്റുപാടും കൂടെ അതനുസരിച്ച് ചിന്തിച്ചാൽ മാത്രമേ, അല്ലാതെ നമ്മുടെ ഏജോ അല്ലെങ്കിൽ ഒന്നും തന്നെ ഡിഫൈൻ ചെയ്യില്ല. നമ്മളും നമ്മുടെ ചുറ്റുപാടും ഒരേപോലെ ചിന്തിച്ചാൽ നമുക്കതൊരു പറഞ്ഞ പോലെ നല്ലൊരു ഷിഫ്റ്റ് തന്നെ കൊണ്ടുവരാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു.